രാവിലെ 10:30 ഇപ്പോൾ ജയറാം നായകനായിട്ട് അഭിനയിക്കുന്ന ഊസിലർ സിനിമയാണല്ലോ ഇപ്പോൾ എല്ലാവരും പോയി കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സിനിമ കാണാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ നമുക്ക് ഒരുങ്ങിയ ഉടനെ അങ്ങ് പോയാൽ പോരല്ലോ. രാവിലത്തേക്കും ഉച്ചക്കലത്തേക്കും ഒക്കെ ഉള്ളതെല്ലാം ആക്കി രാവിലത്തെ കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് വേണ്ടയോ പോകാൻ. അങ്ങനെ ഞാൻ തിരക്ക് പിടിച്ച് ഓരോ ജോലിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ, ഞാൻ സിനിമയ്ക്ക് പോകുന്നതും അതിന് വേണ്ടി എന്തൊക്കെ അടുക്കളയെ കാട്ടിക്കൂട്ടി ഒപ്പിച്ച് വെക്കുന്നതെന്നും ഒക്കെയുള്ള വീഡിയോയാണ് ഇന്ന്. അപ്പോൾ രാവിലെ എളുപ്പമുണ്ടല്ലോ, ഒന്നിച്ച് ദോശയാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ കിണ്ണത്തപ്പം ആക്കി വെച്ചു. പിന്നെ മുളക് അരച്ചത്, ഇതൊന്നും എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. രാവിലെ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ ഇതുണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മുളക് അരച്ചതാണ്. നമ്മുടെ മുളക് പച്ചയ്ക്ക്, അതായത് വറക്കണ്ട മുളകും പിന്നെ ചെറിയ ഉള്ളിയും ഒരു ശകലം പുളിയും ഉപ്പും കൂടി ഇട്ട് ഒന്ന് അരച്ചെടുക്കണം. അതും വേണ്ട കിണ്ണത്തപ്പം ആയിക്കഴിഞ്ഞു. ഇതാകുമ്പോൾ ദോശ ഒഴിച്ചുകൊണ്ടിരിക്കേണ്ട, സമയം എളുപ്പമുണ്ട്, ലാഭമുണ്ട്. അങ്ങനെ ഞാൻ കിണ്ണത്തപ്പം ആക്കി മുളക് അരച്ചതും ആക്കി, എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് കഴിക്കാം. പിന്നെ ഉച്ചക്കലത്തേക്ക് ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പം വേറെ കറിയൊന്നും വേണ്ടല്ലോ. അങ്ങനെ സവാളയും ബീൻസും ക്യാരറ്റും തക്കാളിയൊക്കെ അരിഞ്ഞു വെച്ചു. പിന്നെ ചീനിച്ചട്ടി വെച്ചു. പിന്നെ നമ്മൾ പച്ചക്കറി കഷ്ണങ്ങളെല്ലാം അരിഞ്ഞു വെച്ചിരിക്കുവാണല്ലോ. ചോറും വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഏലക്കയും ഗ്രാമ്പും കറുവപ്പട്ടയും പെരിഞ്ചീരകവും എല്ലാം കൂടെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് സവാളയും ബീൻസും ക്യാരറ്റും എല്ലാം കൂടി ഇടാം. അപ്പോൾ സമയം അധികം കളയാനില്ല, ഓരോന്നായിട്ടൊന്നും വഴറ്റിയെടുത്തുകൊണ്ടിരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ എല്ലാം കൂടെ ഒന്നിച്ചങ്ങിട്ടു. കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഇട്ട് അതും ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതിനകത്തോട്ട് പച്ചക്കറി എല്ലാം കൂടി ഇട്ട് വഴറ്റിയിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ കുറേ പൊടി ഐറ്റംസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ആദ്യം ബട്ടർ ഇട്ടു, അത് കഴിഞ്ഞ് മസാലപ്പൊടി ഇട്ടു, പിന്നെ അണ്ടിപ്പരിപ്പ് ഇട്ടു, മുന്തിരിങ്ങ ഇട്ട് കൊടുത്തു, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിനകത്തോട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല എല്ലാ പൊടികളും കൂടെ എടുത്ത് അതിനകത്തോട്ട് ഇട്ടു. അപ്പം ഞാൻ കുറച്ച് എരിവ് കൂട്ടി അങ്ങിട്ടു. കാര്യം നമ്മൾ വേറെ കറിയൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് സമയമില്ല. അപ്പോൾ കുറച്ച് എരിവൊക്കെ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഒരു സലാഡ് കൂടെ ആക്കിയ ഉച്ചയ്ക്ക് സിനിമ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ നമുക്കൊന്നിനും സമയമില്ല. സിനിമ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് തന്നെ 1:30 മണിയൊക്കെ ആവും. അപ്പം അതുകൊണ്ടാണ് ഞാൻ എരിവ് കൂടുതലിട്ടത്. അപ്പോൾ മുളക് പൊടിയൊക്കെ ഇടുന്ന നോക്കിയാൽ അറിയാം, കുറേ വാരി ഇട്ടിട്ടുണ്ട്. അതങ്ങനെ തന്നെ ഇട്ടതാണ്, എരിവ് കൂടുതലിരുന്നോട്ടെ എന്ന് വിചാരിച്ച്. അത് കഴിഞ്ഞ് തിരിച്ച് സിനിമയെല്ലാം കഴിഞ്ഞ് വന്ന് സലാഡും ആക്കി കഴിച്ചു. കണ്ടോ? അപ്പോൾ ഈ പാത്രം ഇപ്പോൾ വലിയ ഉപകാരമാണ്. ഇത് എപ്പോഴും ഇപ്പം ഇതിൽ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിലും വീഡിയോ എടുക്കുന്നില്ലെങ്കിലും ഒക്കെ ഇത് തന്നെ ആക്കി ഇപ്പോൾ സ്ഥിരമായിട്ടുള്ള പാത്രം. എന്നും ഇങ്ങനെ ഇരുന്നാൽ മതിയായിരുന്നു അല്ലേ? ഇരിക്കും. ഇപ്പം വീഡിയോ എടുപ്പുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര സൂക്ഷ്മതയാണ് കേട്ടോ. ഓരോ സാധനങ്ങളൊക്കെ മേടിച്ചാൽ അത് പൊട്ടിച്ച് ഇതേപോലെ ഈ പാത്രം കിട്ടിയ പിന്നെ അതിനകത്തോട്ട് ഇട്ട് വയ്ക്കാനും എല്ലാം. കാരണം നമുക്കിങ്ങനെ എടുത്ത് കാണിക്കുമ്പോൾ പല പാത്രത്തിൽ നിന്ന് എടുത്ത് കാണിക്കുന്നതൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ. നമ്മൾ വീഡിയോയും കൂടെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൈ എന്തായാലും ഫ്രീ അല്ല. അങ്ങനെ നമ്മൾ വേണ്ട നമ്മുടെ പച്ചക്കറിയൊന്നും ഒത്തിരി വഴനാനൊന്നും നിന്നില്ല കേട്ടോ. നമ്മുടെ പച്ചക്കറിയൊന്നും വഴറ്റിയൊന്നുമില്ല നല്ലതുപോലെ. അത് ഇട്ട കൂട്ടത്തിൽ തന്നെ ഞാൻ ഉപ്പ്, മഞ്ഞൾപ്പൊടി എല്ലാം അതിനകത്തിട്ടു. എന്നിട്ട് അതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചു. കാര്യം ബീൻസും ക്യാരറ്റും ഒക്കെ ഇല്ലേ, നമുക്ക് വഴറ്റിക്കൊണ്ടിരിക്കാൻ സമയമില്ല. വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്തു. കണ്ടോ? അതേപോലെ ആ ചുമന്ന നിറം കണ്ടില്ലേ? അപ്പോൾ എരിവുണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം എരിവൊക്കെ ഉണ്ടായിരുന്നു. നല്ല ചുമന്നിരിക്കുന്ന കാണുമ്പം തന്നെ അറിയാം. പിന്നെ കുറച്ച് കസൂരി മേത്തി ഇട്ടു, മല്ലിയില ഇട്ടു. അങ്ങനെ വെള്ളം എല്ലാം വറ്റി എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തോട്ട് ചോറിട്ട് കൊടുക്കാം. പിന്നെ കുറേ ബട്ടർ ഉണ്ടായിരുന്നതുകൊണ്ട്, അത്യാവശ്യത്തിന് ബട്ടർ ഉണ്ടായിരുന്നതുകൊണ്ട് ആ എരിവിന് ഒരുവിധമൊക്കെ എരിവ് കുറച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞ് കുറച്ച് ബട്ടറും കൂടി ഇട്ട് വീണ്ടും ബിരിയാണി ഒന്ന് ചൂടാക്കിയെടുത്തു. കാര്യം രാവിലെ വെച്ചിട്ട് പോയതല്ലേ, ബിരിയാണിയൊക്കെ ആകുമ്പം കുറച്ച് ചൂട് വേണമല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് വന്ന് അത് ചൂടാക്കി കഴിച്ചു. അപ്പോൾ വേണ്ടേ, നമ്മുടെ ബിരിയാണിയുടെ കൂട്ടെല്ലാം വെള്ളമൊക്കെ വറ്റി റെഡിയായി. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറും ഇട്ട് കൊടുത്തു. ഇത് ജീരകശാല അരിയുണ്ടല്ലോ, അതായിരുന്നേ. അതുകൊണ്ട് നമ്മൾ കുക്കറിലൊന്നും ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല, അതൊന്ന് തിളയ്ക്കുമ്പം തന്നെ വേവും. ഞാൻ അതിനകത്ത് ഉപ്പും പിന്നെ നമ്മുടെ മസാലക്കൂട്ടും കൂടെ ഇട്ട് കൊടുത്താൽ വേവിച്ചത്.
അത് കഴിഞ്ഞ് അത് ഊറ്റിയെടുത്തു. അത് കഴിഞ്ഞ് വേണ്ട നമ്മുടെ ഈ കൂട്ടെല്ലാം ആയിക്കഴിഞ്ഞപ്പം അതിനകത്തോട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കുറച്ച് നേരം ഒന്ന് തീ കുറച്ചിട്ട് ബാക്കി വെള്ളം എല്ലാം കൂടെ വറ്റാനായിട്ട് അങ്ങനെ ഇട്ടു. അത് കഴിഞ്ഞ് നല്ല അടിപൊളി ബിരിയാണിയായി. നല്ല എരിവൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അടിപൊളി ബിരിയാണി അതെല്ലാം ആക്കി വെച്ച് കഴിഞ്ഞ് ഞങ്ങളിതാ സിനിമയ്ക്ക് പോയി. അപ്പോൾ ഇത് നമ്മുടെ പള്ളിക്കത്തോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് അഞ്ചാനി സിനിമാസ്, അവിടെയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അവിടെ താഴെ ഒരു മാളൊക്കെ ഉണ്ട്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ പോയത് അന്നേരം തന്നെ എനിക്ക് ഫൺസൂറ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ അന്ന് എനിക്ക് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇത് കണ്ടോ, ഇത് ഇപ്പം തുറന്നിട്ടില്ല, രാവിലത്തെ സമയമല്ലേ, വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് തുറക്കത്തുള്ളൂ. ഒരുപാട് ഈ കുഞ്ഞു പിള്ളേർക്ക് കളിക്കാനുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ട് പോകുമായിരുന്നു, നമ്മുടെ കണ്ണനെയോ മാളുവിനെയോ ഒക്കെ കൊണ്ടുവന്നായിരുന്നെങ്കിൽ ഇത് കയറ്റാമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം അവൻ പറഞ്ഞമ്മേ അത് വൈകിട്ടേ ഉള്ളൂ, അവരൊക്കെ വരുന്നുണ്ട്, അവരെയൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ സമയമൊക്കെ ചോദിച്ചിട്ട് അതനുസരിച്ച് വേണ്ടേ വരാൻ എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. അപ്പം ഞങ്ങൾ എനിക്കാണെങ്കിൽ എവിടെ പോയാലും നേരത്തെ പോകണം കേട്ടോ. പിന്നെ വീഡിയോ എടുക്കുകയൊക്കെ വേണ്ടേ, അപ്പോൾ സമയം കുറച്ച് നമുക്ക് വേണമല്ലോ. ധൃതി പിടിച്ച് ഓടി വന്ന് സിനിമയ്ക്ക് പോകുന്നത് പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ വന്നു കേട്ടോ. 10:30-ക്കുള്ള ഷോയ്ക്ക് ഞങ്ങൾ 9:30 ആയപ്പോഴത്തേക്കും തിയേറ്ററിലെത്തി. കണ്ടോ, ഒറ്റ കുഞ്ഞുങ്ങളില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വന്ന് ടിക്കറ്റൊക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞാനിങ്ങനെ വീഡിയോ എടുപ്പൊക്കെ ആയിട്ടിങ്ങനെ നടക്കുമായിരുന്നു. പിന്നെ അവനാണെങ്കിൽ പരീക്ഷ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നാലും ഒരു 4 ദിവസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു 2-2.5 മണിക്കൂറത്തെ കാര്യമല്ലേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അവൻ തന്നെ എന്നെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് വന്ന. പിന്നെ ഞാൻ അവിടെ വന്നിരുന്ന് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് ആരുമില്ല. എന്നിട്ട് ഞാൻ അവനോട് പറയുകയും ചെയ്തടാ, നീ നല്ല സിനിമയാണ് ഓസിലർ എന്നൊക്കെ പറഞ്ഞല്ലേ എന്നെ വിളിച്ചുകൊണ്ട് വന്നത്, എന്നിട്ട് ഇവിടെങ്ങും ആരുമില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്നെ കളിയാക്കുക. ഈ കൊച്ചു വെളുപ്പാങ്കാലത്തെ അമ്മയോട് പറഞ്ഞോ വീഡിയോ എടുക്കണമെന്നും പറഞ്ഞ് ഇത്ര രാവിലെ ഇവിടെ വരാൻ പറഞ്ഞോ. 9:30 മണി ആയതേ ഉള്ളൂ, ആര് വരാനാ, എല്ലാവരും 10:30 ആകുമ്പോഴത്തേക്കേ വരത്തുള്ളൂ. 10:30 ഉള്ളൂ ഷോ, 10:15 ആകുമ്പോഴത്തേക്ക് എല്ലാവരും വരും, അമ്മ നോക്കിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞതുപോലെ തന്നെ പിന്നെ 10:15 ആയപ്പോഴത്തേക്കിനും നിറച്ചു ആൾ വന്നേ. അപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. ഞാൻ വിചാരിച്ചു അയ്യോ ഇനിയും ആരും ഇല്ലേ ഈ സിനിമ കാണാൻ എന്നൊക്കെ. പക്ഷേ നിറച്ച ആളുണ്ടായിരുന്നു, നല്ല സിനിമയായിരുന്നു. അപ്പം നേരത്തെ പോകണം എന്നൊക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നുകൊണ്ട് അവൻ ടിക്കറ്റൊന്നും എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു. പിന്നെ അവിടെ ചെന്ന് ടിക്കറ്റൊക്കെ എടുത്തു. ഞാൻ പിന്നെ അതിൻ്റെ വീഡിയോയൊക്കെ എടുത്തുകൊണ്ട് ഇരുന്നു. അപ്പോഴത്തേക്ക് തന്നെ 10:15 ആയി, നിറച്ച ആളൊക്കെ വന്നു. പിന്നെ നമ്മളെ 10:30 ആയപ്പോഴത്തേക്കാണ് നമ്മളെ അകത്തോട്ട് കയറ്റി തുടങ്ങിയത്. അങ്ങനെ ഞങ്ങൾ നല്ല സിനിമയായിരുന്നു. കണ്ടോ ഞങ്ങൾ അങ്ങനെ തിയേറ്ററിനകത്തോട്ട് കയറി. എനിക്ക് തിയേറ്റർ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ മുമ്പും വന്നിട്ടുണ്ട്. ഇതിനകമൊക്കെ എന്തോ നല്ല അടിപൊളിയൊരു തിയേറ്ററാണ് അത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സിനിമയെല്ലാം കഴിഞ്ഞു. 2.5 മണിക്കൂറോളം ഉണ്ട് സിനിമ. അതിനകത്തിരുന്ന് ഞാൻ വീഡിയോ എടുപ്പ് തുടർന്നുകൊണ്ടേയിരുന്നു കേട്ടോ. തിയേറ്ററിനകം ഇരുട്ടാണെങ്കിൽ പോലും ഞാൻ വീഡിയോ എടുപ്പ് നിർത്തിയില്ല. അപ്പോൾ സിനിമയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ രാവിലെ സിനിമയ്ക്ക് വരേണ്ടതുകൊണ്ട് എന്തൊക്കെയോ തിന്നു എന്ന് വരുത്തി കൂട്ടി പോകുന്നതല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് വിശന്നു. ഇങ്ങനെ ഞങ്ങളെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ബെസ്റ്റ് ബേക്കറി കയറി തൽക്കാലത്തെ വിശപ്പ് ചുമപ്പിക്കാൻ വേണ്ടി ഓരോ സോഡ നാരങ്ങ വെള്ളവും ലേസും ഒക്കെ കഴിച്ചു. ഇത് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ബെസ്റ്റ് ബേക്കറിയാണേ. നല്ല സാധനങ്ങളൊക്കെ എല്ലാം ഇവിടെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കുറേ കഴിക്കാനുള്ള സാധനങ്ങളും ഒക്കെ മേടിച്ചുകൊണ്ട് പോയി. കണ്ടോ സോഡ നാരങ്ങ വെള്ളം. അപ്പോൾ ഇനിയും നമ്മളെ വീട്ടിലവിടെ ബിരിയാണി കാത്തിരിപ്പുണ്ട് അല്ലേ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞ് ബിരിയാണി ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി പെട്ടെന്നൊരു സലാഡും ആക്കി, തലേ ദിവസത്തെ കോളിഫ്ലവർ കറിയും പിന്നെ കുറച്ച് സോസും ഒക്കെ ആയിട്ട് നല്ല അങ്ങനെ ഞങ്ങളുടെ ഉച്ചയൂണും കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നല്ല അടിപൊളി ഒരു ദിവസമായിരുന്നു. അപ്പോൾ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള വിശേഷങ്ങളാണ് ഞാനിന്ന് ഷെയർ ചെയ്തത് നിങ്ങളുമായിട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.